നിരീക്ഷണമാണ്. ശ്രീ മോഹൻ വർഗീസ്, നമുക്ക് ഞങ്ങൾ ഈ UP-ലെ അടക്കമുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട സർവേ ഫലങ്ങളും പുറത്തുവിട്ടിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് കേരളത്തിലെ സാഹചര്യത്തിലേക്കൊന്ന് പോയാൽ ശ്രീ ജോർജ് പൊടിപ്പാറ ചൂണ്ടിക്കാട്ടിയ ചില സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട്. നമ്മുടെ മണ്ഡലങ്ങളിലെ സോഷ്യോ കൾച്ചറൽ ഈ പറഞ്ഞതുപോലെ ജാതി വോട്ട് വ്യത്യാസങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെയാണ് BJP-യുടെ സീറ്റ് അതൊന്നോ രണ്ടോ ആയി ഇവിടെ ലഭിക്കേണ്ടത്. ഗ്രൗണ്ട് റിയാലിറ്റി നോക്കിയാൽ, ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഗ്രൗണ്ട് റിയാലിറ്റി നോക്കിയാൽ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം എന്ന് താങ്കൾ കരുതുന്നുണ്ട്? മത്സരം നടക്കുന്നുണ്ട്, സ്വാഭാവികമായും നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടുണ്ട്, പ്രചണ്ഡമായ പ്രചരണമുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും. കുറഞ്ഞ 5 മണ്ഡലങ്ങളിലെങ്കിലും BJP അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട്. മാസങ്ങളായുള്ള തയ്യാറെടുപ്പുകളുണ്ട്, കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടലുമുണ്ട്. പക്ഷെ അതൊക്കെ മതിയോ BJP കേരളത്തിൽ ജയിച്ചു കയറാൻ? രഞ്ജിത്ത്, ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നതിൽ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് കാണാം. പക്ഷേ ഇവിടെ സർവേയിൽ കാട്ടുന്ന വോട്ട് ഷെയറിനെ സീറ്റ് ഷെയറായി കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് സീറ്റായി തെക്കൻ കേരളത്തിൽ ഒരു സീറ്റും മധ്യ കേരളത്തിൽ ഒരു സീറ്റുമായി എങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ പ്രധാനമായും 2 മണ്ഡലങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി വിജയസാധ്യത കാണുന്ന മണ്ഡലങ്ങൾ. അത് ഒന്ന് പരമ്പരാഗതമായി BJP ശക്തമായ സാന്നിധ്യം കാട്ടിയ തിരുവനന്തപുരം മണ്ഡലമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും BJPക്ക് 2ാം സ്ഥാനത്ത് വരാൻ സാധിച്ച കേരളത്തിലെ ഏക ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരമാണ്. പക്ഷേ ഇപ്രാവശ്യം തിരുവനന്തപുരത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. തിരുവനന്തപുരത്തെ പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥി എന്ന ഒരു ലേബലിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. കാരണം മലയാളിയാണ്, അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നാണ് നേരത്തെ പ്രതിനിധീകരിക്കപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു ദേശീയ പ്രതിച്ഛായയോടുകൂടി, കാരണം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആകാമെങ്കിലും യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഒരു അകത്തളങ്ങളിലെ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ളത് ശ്രീ രാജീവ് ചന്ദ്രശേഖരന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു പ്രസ്റ്റീജ് പോരാട്ടത്തിനുള്ള വേദിയായി വരികയും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വളരെ പിന്നോട്ട് പോവുകയും ചെയ്തെങ്കിൽ മാത്രമേ തിരുവനന്തപുരത്തെ ഒന്നുകിൽ ശശി തരൂർ അല്ലെങ്കിൽ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ വല്ലാതെ പിന്നോട്ട് പോയെങ്കിൽ മാത്രമേ രാജീവ് ചന്ദ്രശേഖരൻ സാധ്യത കാണുന്നുള്ളൂ. കാരണം അതുകൊണ്ട് ഈ ഇടതുപക്ഷ മുന്നണി കൺവീനർ ശ്രീ EP ജയരാജൻ ഒരു വെടിപൊട്ടിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തി. അത് രണ്ടിലും കാണുന്നത് കേരളത്തിൽ മത്സരം LDF-ഉം NDA-യും തമ്മിലാണ്, LDF-ഉം UDF-ഉം തമ്മിലല്ല എന്ന രീതിയിൽ. നമുക്കറിയാം അതങ്ങനെയല്ല. തീർച്ചയായും പ്രധാനപ്പെട്ട 2 കക്ഷികൾ ഈ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടും യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടും തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ 2 മണ്ഡലങ്ങൾ, നമ്മൾ ഇപ്പോൾ പറയുന്ന 2 മണ്ഡലങ്ങൾ, ഇവിടെ പന്ന്യൻ രവീന്ദ്രന് മുന്നോട്ട് വരാനാവുമോ? അതില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ശശി തരൂരിന് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്ന കാലത്ത് പോലും തരൂർ അതിനെല്ലാം അതിലംഘിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ച കണ്ടു. അതുകൊണ്ട് തിരുവനന്തപുരത്തെ സാമുദായിക സമവാക്യങ്ങളും ഈ തിരുവനന്തപുരത്തെ നിഷ്പക്ഷരായ ഒരു ജനവിഭാഗത്തിൻ്റെ പിന്തുണയും എല്ലാം കൂടി തരൂറിന് മുതൽക്കൂട്ടാകാനുള്ള സാധ്യത കാണുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ ശ്രീ തരൂറിന് പോയിരുന്ന വോട്ടിൻ്റെ ഒരു ചെറിയ ഭാഗം രാജീവ് ചന്ദ്രശേഖർ പോകാൻ സാധ്യത കാണുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രചരണം ഈ IT ഓറിയന്റഡ് അല്ലെങ്കിൽ യൂത്തിനെയൊക്കെ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞാൽ കാര്യം നടക്കും എന്ന രീതിയിലുള്ള പ്രചരണം ഒരുപക്ഷെ ഒരു നിഷ്പക്ഷ വിഭാഗത്തെയും പുതിയ വോട്ടർമാരെയും സ്വാധീനിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ തൃശ്ശൂരിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. തൃശ്ശൂർ നമുക്ക് പറഞ്ഞതുപോലെ ഈ 17% BJPക്ക് കേരളത്തിൽ ലഭിക്കാവുന്ന 17% വോട്ട് ഷെയറിനെ സീറ്റായി മാറ്റിയാൽ ഒരു കാലത്തും BJPക്ക് തൃശ്ശൂർ പിടിക്കാനാവില്ല. പരമ്പരാഗതമായി തൃശ്ശൂർ BJPയുടെ ഒരു ശക്തി കേന്ദ്രമല്ല എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് ഏക എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് ശ്രീ സുരേഷ് ഗോപിയുടെ കടന്നുവരവും. കഴിഞ്ഞ 5 വർഷമായി സുരേഷ് ഗോപി എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ രംഗത്ത് തന്നെയായിരുന്നു അദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ വരുമ്പോൾ ശക്തമായ സാന്നിധ്യം അവിടെ നിഷ്പക്ഷ വോട്ടുകൾ, ഇടതുപക്ഷത്തോട് ചാഞ്ഞു നിന്നിരുന്ന വോട്ടുകൾ ഉൾപ്പെടെയുള്ള വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും സമാഹരിക്കാനായില്ല എങ്കിൽ സുരേഷ് ഗോപിക്കും കാര്യം ബുദ്ധിമുട്ടാവും. ഇവിടെ മുരളീധരൻ്റെ കടന്നുവരവ് എന്തുതരം ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. വടകരയിൽ നിന്നും ഇപ്പോൾ അവസാന നിമിഷം തൃശ്ശൂരേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ട ശ്രീ മുരളീധരന് ഏത് രീതിയിൽ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ മനസ്സിനെ കീഴടക്കാനാവും എന്നതുകൂടി ആശ്രയിച്ചിരിക്കും. അത് മാത്രമല്ല ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയും അതിശക്തമായ VS സുനിൽകുമാർ, അതിശക്തമായ CPIയുടെ നേതാവ്, അതിശക്തമായ മത്സരം തന്നെയാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ 2 സീറ്റുകൾ കേരളത്തിൽ ഈ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ലഭിക്കുമെന്ന് പറയുന്ന 2 സീറ്റുകൾ കൃത്യമായി ലഭിക്കും എന്ന ഒരു നിരീക്ഷണത്തിലെത്താൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല. ശരി, തിരിച്ചു വരാം. ശ്രീ വസന്ത്.